ഇന്നത്തെ ഈ കുട്ടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം. നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മാവ് ഫെർമെൻ്റായി കിട്ടിക്കോളും. അപ്പോൾ മാവ് നിങ്ങൾക്കിപ്പം കൂടുതൽ സമയം നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നാട്ടിലൊക്കെ തണുപ്പാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം. ഈ സമയം നമുക്ക് ബാറ്ററിനുള്ള ഐറ്റംസ് റെഡിയാക്കാം. ബാറ്ററിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനിപ്പം 1/2 കപ്പ് വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കട്ടിയുള്ള ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. കുറച്ച് വെള്ളം മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഫൈനായിട്ട് തന്നെ നമ്മുടെ തേങ്ങയും പിന്നെ ചോറും തമ്മിലുള്ള മിക്സ് അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിതരിപ്പില്ലാതെ ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ആദ്യത്തെ പേസ്റ്റ് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. ഈ കപ്പ് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്, അതുകൊണ്ടാണ് 2 പ്രാവശ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി പച്ചരി പൊടിച്ച പൊടിയാണ്. ഈ സമയത്ത് നമുക്ക് ഈ പൊടികളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഫുൾ അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട, 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ബാറ്റർ പിന്നെ ഇഡ്ഡലി ബാറ്റർ പോലെയല്ല, ഇഡ്ഡലി ബാറ്ററിനെക്കാട്ടിയും കുറച്ച് തിന്നായിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതിലൊട്ടും കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് പറ്റുവാണെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു മാവ് ഇപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂണോളം ഈസ്റ്റ് മതി. അതാ ഞാൻ പറഞ്ഞത്, നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല തണുപ്പല്ലേ, അപ്പോൾ ഫെർമെൻ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈസ്റ്റിൻ്റെ അളവ് കുറച്ച് കൂട്ടണം. 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി, അതിൽ കൂടുതലൊന്നും ചേർക്കണ്ട. ഞാൻ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 8 മണിക്കൂറെല്ലാം ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഈ മാവ് ഇപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അപ്പം ചുട്ടെടുക്കാം. ഇപ്പം മാവ് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട് ഈ മാവ്. ഇതൊരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവിന് ആവശ്യമുള്ളത്ര ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് ഇതുപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇഡ്ഡലി ബാറ്ററിനെക്കാട്ടിയും കുറച്ച് ലൂസായിരിക്കണം. നമ്മൾ നോർമൽ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. നമ്മുടെ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം 1.5 തവി ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കണം. 1-2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ബബിൾസ് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മുകൾ ഭാഗം വേവിച്ചെടുക്കണം. ഈ ഒരു അപ്പത്തിൻ്റെ 2 ഭാഗവും നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് ഈ അപ്പം വേവിച്ചെടുക്കണം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മുകളിൽ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കണം.
അടുത്ത അപ്പം പരത്തിയെടുക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മാവ് അരച്ച് വെക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്